താനേതാ? ഞാൻ ഇവിടെ പഠിക്കണ ടീച്ചർ. ഏത് ഡിപ്പാർട്ട്മെന്റ്? കൊമേഴ്സിൽ. കൊമേഴ്സാ? ഞാൻ ഇന്നലെ ജോയിൻ ചെയ്തോളൂ. വീട് എവിടെ നിന്റെ? കൊച്ചിയിലാണ്, പള്ളുരുത്തി. കൊച്ചി. നീ കഞ്ചാവ് അടിച്ചിട്ടുണ്ടോ? നിന്റെ കണ്ണു വന്നിരിപ്പുണ്ടല്ലോ. നീ എവിടെയാ കഞ്ചാവ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? കാണിച്ചേ, ആ പോക്കറ്റിൽ നിന്ന് കാണിച്ചേ. പോക്കറ്റിലെന്നാ നോക്കട്ടെ. ഈ പോക്കറ്റിൽ നിന്ന് കാണിച്ചേ. പഠിക്കാൻ വന്നതിന്റെ എന്തിനാ ഇത്ര പൈസ? അമ്മ എനിക്ക് തന്നാണ്. ഞാൻ അമ്മാവൻ്റെ വീട്ടിലാണ് നിന്ന് പഠിക്കണം. നീ ആ ഷൂസ് ഒന്ന് ഒരിക്കേ. ടീച്ചർ എൻ്റെ ഒന്നും ഞാൻ നോക്കട്ടെ. ആ സോക്സ് നൂരി കുടഞ്ഞേ. നിന്റെ കയ്യിലൊന്നും ഇല്ല, പിന്നെ പേടിക്കുന്ന എന്തിനാടാ? എന്താ ടീച്ചറെ, എന്താ പ്രശ്നം? സാറേ, ഇവൻ കഞ്ചാവാണോന്നൊരു സംശയം. ഞാനൊന്ന് പരിശോധിച്ചതാ. നല്ലതാ. ഇപ്പൊ സ്വർണം കടത്തണ മാതിരിയാണ് പല ദ്വാരങ്ങളെ ഒരു സാധനം വെക്കണത്. ടീച്ചർ എല്ലാ ദൂരം പരിശോധിച്ചിട്ട് വിട്ടാൽ മതി. ആ മക്കളെ, ടീച്ചർ എൻ്റെ അങ്ങനെ ഒരു സാധനവും ഇല്ല. നിനക്കൊരു പണിയുണ്ട്. നീ എൻ്റെ കൂടെ വാ. നമസ്കാരം. ഇന്നത്തെ ദിവസം കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ് നമ്മൾ. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. കോതമംഗലത്തെ സ്കൂളിലെത്തിയ ലഹരി മാഫിയയെ തുരത്തിയോടിച്ച് വിദ്യാർത്ഥികൾക്ക് കൈയടിച്ച് കേരളം. അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് അമർച്ച ചെയ്തത് കലാലയത്തിൽ പിടിമുറുക്കാൻ വന്ന ലഹരി മാഫിയയുടെ കണ്ണികളെയാണ്. ഈ കണ്ണികൾ ഓരോ കലാലയത്തിലേക്കും എത്തുമ്പോൾ കാഴ്ചക്കാരായി പുറത്തുനിന്ന് കാണേണ്ടി വന്നിട്ടുള്ള അനേകം മലയാളികളുടെ ആത്മരോഷമാണ് ആ വിദ്യാർത്ഥികളിലൂടെ പ്രതിഫലിച്ചത്. പ്രതിരോധത്തിലൂന്നിയാണ് അവർ നിന്നത്. ആ പ്രതിരോധം നാളത്തെ തലമുറയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇന്നേ തുടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ലഹരിക്കെതിരായ പ്രതിരോധം ആ വിദ്യാർത്ഥികൾ ആ കലാലയത്തിനുള്ളിൽ തീർത്തത്. ഇത് കേരളമാണ്, ഇത് മലയാളികളാണ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് കേരളം കൈയടിക്കുകയാണ് കോതമംഗലത്തെ വിദ്യാർത്ഥികൾക്ക്.